2025 മേടം, ഇടവം, മിഥുന മാസങ്ങളിൽ ജനിച്ച മകം നക്ഷത്രക്കാർ. അപ്പോൾ നക്ഷത്രം മകമാണ്. ജനിച്ച മലയാള മാസം അറിയണം. അത് അറിയാത്തവർക്ക് ഇപ്പം ജാനുവരി 1-നാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും കാലണ്ടർ എടുത്തിട്ട് ജാനുവരി 1-ന് എന്താണ് മലയാള മാസം എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് മനസ്സിലാക്കണം. ഇപ്പോഴാദ്യം മേടമാസത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രമാകാം എന്താണ് ഫലമെന്ന് നോക്കാം. മേടമാസത്തിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് ജാനുവരി മാസം പൊതുവെ ബിസിനസ്സിനെല്ലാം നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വലിയ ഉല്ലാസയാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നുണ്ട്. ജോലിക്ക് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ഫെബ്രുവരി, മാർച്ച് മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്, ഒരു അംഗീകാരമെല്ലാം കിട്ടുന്ന മാസമാണ്, കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല. ജോലിക്ക് തടസ്സങ്ങൾ, പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം ദാമ്പത്യപരമായിട്ട് കാര്യങ്ങൾക്ക് നല്ലതല്ല, വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. മാർച്ച് മാസം അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാതെ ശ്രദ്ധിക്കണം. അതായത് ആരെങ്കിലും പറ്റിക്കോ, പണം നഷ്ടപ്പെട്ടുവോ, കളവ് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും ശ്രദ്ധിക്കണം. ഏപ്രിൽ മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട്, വ്യക്തിപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്, ഒരു അംഗീകാരമെല്ലാം കിട്ടിയേക്കും. പക്ഷേ ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, കളവ് പോവുക, ഇതെല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. വേണ്ടാത്ത പ്രശ്നത്തിൽ തലയിടരുത്. യാത്രകൾക്കൊന്നും പറ്റിയതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. മെയ് മാസം കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണ്, ജോലിക്ക് നല്ലതാണ്, ജോലി കിട്ടാൻ, പ്രമോഷൻ കിട്ടാൻ, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും തലയിടരുത്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്, തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്നാൽ വസ്തു വാങ്ങുന്നതിനെല്ലാം ജൂലൈ മാസം നല്ലതായിട്ട് കാണുന്നുണ്ട്. വീട് നിർമ്മാണത്തിനെല്ലാം ജൂലൈ മാസം നല്ലതാണ്. ഓഗസ്റ്റ് മാസം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്,
പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, വ്യക്തിപരമായ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. സെപ്റ്റംബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തട്ടേടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ, വേണ്ടാത്ത പ്രശ്നത്തിൽ കൊണ്ട് കൊടുക്കുന്നതെല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയാലും ചിലപ്പോൾ ഉണ്ടായേക്കാം. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതില്ല. ഒക്ടോബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിനുള്ള ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും, വേണ്ടാത്ത പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസം കൂടിയാണ്. നവംബർ മാസം പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. അതിന് ഉത്സാഹവും തൻ്റെ ഇടയിലും കാണും. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിലും മാതാവിനും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാതെ, ചതിയിൽപ്പെടാതെ നോക്കണം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. ചിലപ്പോൾ ട്രാൻസ്ഫറെല്ലാം ഉണ്ടായേക്കാം. ഡിസംബർ മാസം അച്ഛനും മക്കളും സഹോദരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ മാസമാണ്. പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണെങ്കിലും ആരെങ്കിലും ചതിക്കുവാനും പറ്റിക്കുവാനും വല്ലതും കളവുവാനുള്ള സാധ്യതയുള്ളതിനാൽ അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഇതാണ് മേടമാസത്തിൽ ജനിച്ചവർക്കുള്ള ഫലം. ഇനി ഇടവമാസത്തിൽ ജനിച്ചവരുടെ ഫലം പറയാം. നക്ഷത്രം മകൻ തന്നെ. അവർക്ക് ജാനുവരി മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കാര്യവിജയം, ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് പറ്റിയ മാസമാണ്. കേസ് വഴക്കലുകൊണ്ട് അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിനെല്ലാം മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം വ്യക്തിപരമായ, ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണെങ്കിലും ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട്. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളുമാണ് ഫലം. മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ വ്യക്തിപരമായ, ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ്. രാഷ്ട്രീയക്കാർക്ക്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നല്ലതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. എന്തൊക്കെ പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ പ്രതീക്ഷിക്കാത്തത്, അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം ചിലപ്പം കണ്ടേക്കാം. ഏപ്രിൽ മാസം പൊതുവെ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. യാത്രകൾക്കൊന്നും പറ്റിയതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കും. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം ഏപ്രിൽ മാസത്തിൽ. മെയ് മാസത്തെ പറയാം. മെയ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാൻ, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ടെല്ലാം നല്ല മാസമാണെങ്കിലും പെട്ടെന്നുള്ള ചില ശത്രുതയും തടസ്സങ്ങളും എല്ലാം, കാര്യതടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ജൂൺ, ജൂലൈ മാസങ്ങൾ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്.
ബിസിനസ് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്നിവക്കെല്ലാം നല്ലതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. ജൂലൈ മാസം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം, ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ജൂലൈ മാസം അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. ഓഗസ്റ്റ് മാസം കുടുംബപരമായ, സാമ്പത്തികപരമായ, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. ബിസിനസ് പണമെല്ലാം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. പക്ഷേ വ്യക്തിപരമായി അത്ര നല്ല ഒരു മാസമൊന്നുമല്ല, ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല, ഓപ്പറേഷനൊന്നും പറ്റിയതല്ല. പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. സെപ്റ്റംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും, സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം, പറ്റിക്കാതെ ചതിയപ്പെടാതെ നോക്കണം. പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും ചിലപ്പം ഉണ്ടാക്കിയേക്കാം. ഒക്ടോബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. സഹോദരാദികൾക്ക് നല്ലതാണെങ്കിൽ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ട്രാൻസ്ഫർ ഉണ്ടായേക്കാം, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ചില അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും കാണുന്നുണ്ട്. നവംബർ മാസം ബിസിനസ് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്, രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്, സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹം എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും. പക്ഷേ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല. മാതാവിനും പിതാവിനും മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നില്ല. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാകാം, ആരും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം ശ്രദ്ധിക്കണം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാകും. ഡിസംബർ മാസം ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ്, പൊതുപ്രവർത്തനത്തിന് പറ്റിയതാണ്, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ട്, ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. അതേപോലെ തന്നെ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഇതാണ് ഇടവമാസത്തിൽ ജനിച്ച മകൻ നക്ഷത്രക്കാർ. ഇനി മിഥുനമാസത്തിൽ ജനിച്ച മകൻ നക്ഷത്രക്കാരുടെ കാര്യം നോക്കാം. അവർക്ക് ജാനുവരി മാസം പൊതുവെ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്, ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള നല്ലതാണ്, മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷൻ, ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ നോക്കണം. ജോലിക്ക് തടസ്സം, പ്രമോട്ട് തടസ്സം, ചിലപ്പം ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. ഫെബ്രുവരി മാസം പൊതുവെ ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ ആരോഗ്യ പ്രശ്നങ്ങൾ, ശത്രുത, തടസ്സങ്ങൾ, ജോലിക്ക് തടസ്സം, പ്രമോഷൻ തടസ്സം, ട്രാൻസ്ഫർ, ഇതിനെല്ലാം സാധ്യത കാണുന്നു. ആരും മുമ്പിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാസം അത്ര നല്ലതല്ല.
മാർച്ച് മാസവും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അച്ഛനും മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ, ചെറിയ ഭാഗ്യ തടസ്സങ്ങൾ, ടെൻഷൻ, അലച്ചിൽ, ആരെങ്കിലും പറ്റിക്കുക, ചതിയിൽപ്പെടുക, പണം നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ട്രാൻസ്ഫർ ഉണ്ടാവുക, പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആരോഗ്യ പ്രശ്നം, ശത്രുത, ഇതെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങൾ വ്യക്തിപരമായി ആരോഗ്യപരമായി നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. സഹോദരാദികൾക്ക് നല്ലതാണ്. ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം. ഇങ്ങനെയെല്ലാം പല കാര്യത്തിലും നല്ലതാണെങ്കിലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്ന, ശത്രുത, തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഏപ്രിൽ മാസം യാത്രകൾക്കൊന്നും പറ്റിയതല്ല. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം ഏപ്രിൽ മാസം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുകയും വേണം. ചിലപ്പോൾ ട്രാൻസ്ഫറും ഉണ്ടായേക്കാം. ജൂലൈ ഓഗസ്റ്റ് മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടുമെങ്കിലും പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. ജൂലൈ മാസം കുടുംബപരമായിട്ട് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. അനാവശ്യ ചെലവുകൾ ജൂലൈ മാസം കാണുന്നുണ്ട്. ആരെങ്കിലും പറ്റിക്കാതെ ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം പൊതുവെ ആരോഗ്യപരമായ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിക്കണം. സെപ്റ്റംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. കുടുംബപരമായി നല്ലതാണ്. മാതാവിന് നല്ല സമയമായിട്ട് കാണുന്നു. വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. പക്ഷേ അനാവശ്യമായി പണം നഷ്ടപ്പെട്ടു പോകാതെ, കളവ് പോകാതെ, ആരെങ്കിലും പറ്റിക്കാതെ എല്ലാം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടായേക്കാം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയായിട്ട് കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് കാണുന്നു. പക്ഷേ മക്കൾക്ക് ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാതെയെല്ലാം നോക്കണം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പെട്ടെന്നുള്ള പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില ആരോഗ്യ പ്രശ്നവും ശത്രുതയും കണ്ടേക്കാം. ചില തടസ്സങ്ങളെല്ലാം. നവംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കും. കുടുംബപരമായ, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല. ട്രാൻസ്ഫർ ഉണ്ടാകാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പറ്റിക്കാതെ ചതിയിൽപ്പെടാതെയെല്ലാം ശ്രദ്ധിക്കണം. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില തടസ്സങ്ങളും ശത്രുതയെല്ലാം കാണുന്നുണ്ട്. ഡിസംബർ മാസം ജോലി കിട്ടാം, പ്രമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും. പക്ഷേ മക്കളുമായിട്ടും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. മനസ്സമാധാനത്തിനും ടെൻഷനും കാണുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ തടസ്സങ്ങളെല്ലാം ചിലപ്പോൾ ഉണ്ടായേക്കാം. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാൻ അങ്ങനത്തത്. ട്രാൻസ്ഫർ ചിലപ്പോൾ ഉണ്ടായേക്കാം. അനാവശ്യ പ്രശ്നത്തിലൊന്നും കൊണ്ട് തലയിടരുത്. ഇതാണ് മകം നക്ഷത്രത്തിലെ മിഥുനമാസത്തിൽ ജനിച്ചാലുള്ള ഫലം.